ഇനി നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകാം. രാഹുൽ ജി നാഥുണ്ട്. രാഹുൽ, പത്തനംതിട്ടയിൽ നിന്നും ശക്തമായ വിമർശനങ്ങളാണ് ഉയർന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെ മാറ്റണം, ജനവികാരം കേൾക്കണം, ജനവികാരം പരിഗണിക്കണമെന്ന ശബ്ദങ്ങളൊക്കെ ഉയരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. അങ്ങനെ തന്നെയാണ് വിമർശനം ആ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ തീരുമാനം റദ്ദാക്കണം, പിണറായി സ്വയം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങൾ ഉയരുന്നു, ആവശ്യം ഉയരുന്നു എന്നുള്ളത് ഗൗരവത്തിൽ തന്നെയാണ് പാർട്ടി കാണുന്നത്. കാരണം ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നാൽ മാത്രമേ മുന്നോട്ടുള്ള പാർട്ടിയുടെ യാത്രയ്ക്ക് അത് നന്നായി ഭവിക്കൂ എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇതിൽ ഈ ചേർത്ത് വെക്കേണ്ട കാര്യം എന്നാൽ ഇന്ന് ജില്ലാ കമ്മിറ്റിയാണ്. ജില്ലാ കമ്മിറ്റിയിലാകും കുറച്ചുകൂടി വിമർശനങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പാർട്ടി സെക്രട്ടറിക്കെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയുമുള്ള വലിയ വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ തീരുമാനമായി കഴിഞ്ഞു, പ്രതിപക്ഷ നേതാവ് എന്ന തരത്തിലേക്ക് പിണറായി വിജയൻ വന്നു കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ ജില്ലാ ഘടകങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു വിമർശനം ഉയരുന്നത്. അത് പൂർണ്ണമായി മാറി നിൽക്കണം, തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇത്തരത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ കേൾക്കും എന്ന് പറയുന്നൊരു അഭിസംബോധനയൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളെ കാണാൻ പിണറായി തയ്യാറാകുന്നില്ല എന്ന വിമർശനം നിലനിൽക്കുകയാണ്. വീണ്ടും നേതൃസ്ഥാനത്തേക്ക് വരുന്നു എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടിക്കായല്ല നിലകൊണ്ടത്, അദ്ദേഹം തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമിച്ചു, ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയ തരത്തിലേക്കുള്ള വലിയ വിമർശനങ്ങളിലേക്ക് കാര്യങ്ങൾ വരുന്നു. കേരള കോൺഗ്രസ് എമ്മും CPIയും സമാനമായ രീതിയിലുള്ള ആശങ്ക മുന്നോട്ട് വെച്ചിരുന്നു. പിണറായി വീണ്ടും നേതൃസ്ഥാനത്തേക്ക് വന്നാൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്ന തരത്തിലായിരുന്നു ആ ഘട്ടത്തിൽ വിമർശനം ഉയർന്നത്. പക്ഷേ ആ വിമർശനങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് പിണറായി വീണ്ടും നേതൃസ്ഥാനത്തേക്ക് വന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കാൻ കഴിയുന്നതാണ്. ഒപ്പം റാന്നിയിലെ തോൽവിയും പ്രധാനമായി കേരള കോൺഗ്രസ് എം പറയുന്നുണ്ട്. പത്മകുമാറിനെ പാർട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് റാന്നിയിൽ പ്രമോദ് നാരായണൻ തോൽക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങൾ ഘടകകക്ഷികൾക്കിടയിൽ ഉയരുന്ന ഘട്ടത്തിലാണ് പാർട്ടിക്കുള്ളിൽ തന്നെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇത്തരത്തിൽ വലിയ വിമർശനം ഉയരുന്നത്.